ഇൻട്രസ്റ്റ് മൂന്നതേ ഇല്ലു. പരീക്ഷണം താല്പര്യമുണ്ടോ? ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു ബ്ലോഗിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മുടെ നാടും തോടും അന്ന് കാണിച്ച തോടിൻ്റെ പകുതി ഭാഗം കാണാൻ വേണ്ടി പോവാണ്. അപ്പോൾ എല്ലാവരും ഉണ്ട് കേട്ടോ, ഹസ്ബൻഡും മക്കളും നാത്തൂനും എല്ലാവരും ഉണ്ട്. നാത്തു ആണെങ്കിൽ വീഡിയോ എടുത്തുകൊണ്ടിരിക്കുന്നുണ്ട്, അവളെ കാണാൻ പറ്റില്ല, എന്നാലും അവളുണ്ട് കേട്ടോ പുറകെ. അപ്പോൾ നമ്മളിതാ അന്ന് കാണിച്ച തോടിൻ്റെ ബാക്കി ഭാഗമാണ് ഇന്ന് കാണിക്കാൻ പോകുന്നത്. അന്ന് ഞാൻ തോട് കാണിച്ചിട്ടുണ്ടായിരുന്നു, ഇതിൻ്റെ മുകളിലെ ഭാഗമായിരുന്നു. ഇന്ന് നമ്മൾ താഴത്തോട്ടാണ്. ഇവിടെ നല്ല വെള്ളച്ചാട്ടം പോലെയുണ്ട്, അടിപൊളിയാണ് കാണാൻ വേണ്ടിയിട്ട്. ഇവിടെയാണെങ്കിൽ നമുക്ക് മറക്കാൻ പറ്റാത്ത ഒത്തിരി ഓർമ്മകളുള്ള ഒരു സ്ഥലമാണ് കേട്ടോ. നല്ല പ്രകൃതി രമണീയമായ സ്ഥലമാണ്. കേരളം എന്നൊക്കെ പറയില്ല, അതുപോലെ അടിപൊളിയായിട്ടുള്ളൊരു നാടാണ്. അപ്പോൾ തോട്ടിൽ വെള്ളം വന്നാൽ ഞങ്ങൾ എപ്പം തോട്ടിലായിരിക്കും. കൂട്ടുകാരും ഞാനും ഒക്കെ എല്ലാവരും ഞങ്ങൾ ഇവിടെ വന്നിരിക്കും. ഒരു 3-4 മണിക്കൂർ ഞങ്ങൾ തോട്ടിൽ കളിച്ചിട്ടാണ് പോലെ. അലക്കണം കുളിക്കണം എന്നൊക്കെ പറഞ്ഞിട്ടാണ് വരുന്നത്. അലക്കലും കുളിക്കലും പിന്നെ തല്ലുകൂടലും കളിക്കലും ഇതൊക്കെയാണ് ഞങ്ങളുടെ മെയിൻ പരിപാടി. മിന്നൂട്ടിപ്പം ഇരിക്കണ പോലെ ഞങ്ങൾ പണ്ട് ഇങ്ങനെ എല്ലാവരും വെള്ളത്തിലിരിക്കും. എന്നിട്ട് കുറേ നേരം അങ്ങോട്ടും ഇങ്ങോട്ടും വെള്ളം തേവലും പിന്നെ കുറച്ച് കഴിയുമ്പോൾ ദേഷ്യം വരും, അങ്ങനെ വഴക്കിടും, ചൊടിക്കും, എല്ലാം ഉണ്ടായിരുന്നു കേട്ടോ. അതൊക്കെ ഒരു അടിപൊളി കാലമായിരുന്നു. അതൊന്നും ഇനി നമുക്ക് തിരിച്ചു കിട്ടില്ല. അതുകൊണ്ട് നമുക്ക് ഇങ്ങനെയൊക്കെ ഇനി എൻജോയ് ചെയ്യാൻ പറ്റൂ. മിന്നൂട്ടി ആണെങ്കിൽ കുളിച്ചിട്ടില്ല കേട്ടോ. ഇന്ന് വൈകുന്നേരം നമ്മൾ ഉദംപൂരിലോട്ട് പോവുകയാണ്. അപ്പോൾ വൈകുന്നേരമല്ല, രാത്രിയാവും, 9:15 ആകുമ്പോൾ നമ്മൾ ഇറങ്ങും. അപ്പോൾ നമ്മളെ പാക്കിങ്ങും കാര്യങ്ങളൊക്കെ നേരത്തെ കഴിഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് നമുക്ക് വിചാരിച്ചു ഇത്ര നേരം ഒന്ന് തോടൊക്കെ കണ്ടിട്ട് വരാം. നല്ല വെള്ളം ഉണ്ടായിരുന്നു, പിന്നെ മഴയുണ്ടായിരുന്നില്ല, അങ്ങനെ ഇറങ്ങിയതാണ്. കുഞ്ഞിലേ വെള്ളത്തിൽ കളിച്ചു പറഞ്ഞ് നീന്താനൊന്നും ഇപ്പോഴും പഠിച്ചിട്ടില്ല കേട്ടോ. ഈ കുഞ്ഞു വെള്ളത്തിലായതുകൊണ്ട് നമുക്ക് നീന്തേണ്ട ആവശ്യമൊന്നുമില്ല, അതുകൊണ്ട് തന്നെ നീന്താൻ പഠിച്ചിട്ടുമില്ല. ഹസ്ബൻഡിൻ്റെ പെങ്ങൾക്കും ഒക്കെ നന്നായിട്ട് നീന്താൻ അറിയാം. കാരണം അവരെ വീട്ടിൻ്റെ താഴെ ഭാഗത്ത് മുത്തപ്പൻ്റെ വീട്ടിൻ്റെ അടുത്ത് കൂടി പുഴ പോകുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അവർ ചെറുപ്പം മുതലേ നീന്താൻ പഠിച്ചിനി. അവർക്ക് നന്നായിട്ട് അറിയാം കേട്ടോ, ഞങ്ങൾക്ക് ആർക്കും അറിയില്ല. ഇപ്രാവശ്യം വന്നിട്ടാകുമ്പോൾ മിന്നൂട്ടീനെയും പൂജേനൊക്കെ നീന്താൻ പഠിപ്പിക്കാൻ വേണ്ടിയിട്ട് കൊണ്ടുപോയിനി. കൂടുതൽ സമയമൊന്നും കിട്ടാത്തത് കൊണ്ട് അവർ പഠിച്ചിട്ടൊന്നുമില്ല. ഇനി വന്നിട്ടാകുമ്പോൾ നമുക്ക് പോവാമല്ലോ. അപ്പോൾ അടുത്ത വരത്തിൽ ഞാൻ നിങ്ങൾക്ക് പുഴയൊക്കെ കാണിച്ചു തരാം. ഇന്നിപ്പോൾ നമ്മൾ പോവില്ലേ, ഇനിയിപ്പോൾ അടുത്ത വരത്തിലല്ലാതെ നിങ്ങൾക്കൊന്നും കാണിച്ചു തരാനൊന്നും പറ്റില്ല. ഈ വരത്തിൽ കാണിക്കണം എന്നൊക്കെ പറഞ്ഞിട്ടാണ് ഞാൻ വന്നത്. പക്ഷേ എനിക്ക് ഈ വരത്തിൽ എന്തൊക്കെയോ തിരക്കും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് നമുക്ക് അവിടെ ഒന്നും പോകാൻ പറ്റിയില്ല. ഈ വെള്ളത്തിനാണെങ്കിൽ ഭയങ്കര ഒഴുക്കാട്ടോ. ഇത് ചെറിയ കുഞ്ഞു തോടാണ് കാണുമ്പോൾ, പക്ഷേ നല്ല വെള്ളത്തിന് നല്ല ഒഴുക്കുണ്ട്, നല്ലപോലെ വെള്ളമുണ്ട്. അങ്ങനെ അങ്ങ് കാടും മലയൊക്കെ കയറിയിട്ട് ഇങ്ങനെ പോവാണ്. ഇപ്പം കണ്ട വീടാണെങ്കിൽ ലീലേട്ടിൻ്റെയും പപ്പേട്ടൻ്റെയും വീടാണ്. അവരുടെ കവുങ്ങൻ തോപ്പിലേക്ക് പോകുന്ന പാലാണ് കേട്ടോ ഇത്. അപ്പോൾ ലീലേട്ടർ നേരെ പോകുന്നത് ലീലേട്ടർ കിണർ പിന്നെ കവുങ്ങിൻ തോപ്പാണ് ഇവിടെ. അപ്പോൾ ഇതിവിടെ നമ്മളെ ഒരു അട്ട കണ്ടു കേട്ടോ. അട്ട ഞങ്ങൾ ഇതിനെ പറഞ്ഞ ചേരട്ട എന്നാണ്. നിങ്ങളുടെ നാട്ടിലൊക്കെ എന്താണ് പറയുന്നതെന്ന് കമൻറ്റ് ചെയ്യണേ. ചില സ്ഥലങ്ങളിൽ അട്ട എന്ന് പറയുന്നത്. ഇപ്പോൾ ഞങ്ങൾ മാനെടുക്കാൻ ഭാഗത്ത് പോയിട്ടാകുമ്പോൾ ആടെ കണ്ടിട്ടാകുമ്പോൾ അതിൻ്റെ കറുത്ത സാധനമാണ്, ഈ ചുവന്ന സാധനമല്ല കണ്ടത്, കറുത്ത സാധനമാണ് ആടെ ഉള്ളത്. അതിന് അവരട്ട എന്നാണ് പറയുന്നത്. നമ്മളാണെങ്കിൽ ചേരട്ട എന്നാണ്, കുഞ്ഞിലേ പറയുന്ന ചേരട്ട എന്നാണ്. അപ്പോൾ പല സ്ഥലങ്ങളിൽ ഈ സാധനത്തിന് പേരുണ്ടാവും. അതുകൊണ്ട് ഞാൻ ചോദിച്ചത് വേറെ എന്തെങ്കിലും പേരുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ബോക്സിൽ അറിയിക്കുകയാണ്. ഇതിപ്പം ലീലേറ്റർ കവുങ്ങൻ തോപ്പൊക്കെ കഴിഞ്ഞിട്ട് അവരുടെ കിണറായിരുന്നു. നല്ല കുഞ്ഞ് കിണറാട്ടോ, ഒത്തിരി ആഴമൊന്നുമില്ല അതിന്. അതിൽ നല്ല പോലെ എല്ലാ സമയത്തും വെള്ളം ഉണ്ടാവും. ഇപ്പം നല്ല നല്ല നീല കളറാട്ടോ വെള്ളം. ഇതാ ഇനി നമ്മൾ വന്നിപ്പോൾ രാധാകൃഷ്ണേട്ടൻ്റെ കവുങ്ങിൻ തോപ്പാണിത്. അപ്പോൾ ഇതാ ഇവിടെ ഒരു കിണറുണ്ട് കേട്ടോ. ആ കിണറിൽ നിറയെ മീനുണ്ട്. അപ്പോൾ ഇങ്ങനെ ബാക്കിൽ നിന്ന് ഒരാൾ പറയുന്നുണ്ട് വീഡിയോ എടുത്ത്, അവൾ വീഡിയോ മാത്രമാണ് ശ്രദ്ധിക്കുന്നത്. അപ്പോൾ ഞാൻ പറയുന്നുണ്ട് കിണറുണ്ട് നോക്കണം എന്ന്. അപ്പോൾ അവൾ പറയുന്നുണ്ട് ഞാൻ വീഡിയോ മാത്രമാണ് നോക്കുന്നത്, കിണറൊന്നും കാണുമല്ലോ ഇപ്പോൾ വീണേനെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഞങ്ങളിങ്ങനെ തമാശ പറഞ്ഞുകൊണ്ട് പോവാണ് കേട്ടോ. ഈ വെള്ളം അതാ നല്ല നീല കളറാണ് കേട്ടോ, നല്ല അടിപൊളിയുണ്ട്. നമ്മളെന്താണ് ഈ കടലിലൊക്കെ കാണാനില്ലേ നീല വെള്ളം, അതുപോലെ ഇതിൽ നിറയെ മീനുണ്ട്. അതാണ് ഞാൻ പറയണത്, നല്ലോണം മീനുണ്ട്. അപ്പോൾ ഒരാൾ പറഞ്ഞ് ചൂണ്ടിട്ട് പിടിക്കുക എന്നൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ നമ്മളിത് വന്ന് ആ തോട്ടിൻ്റെ ഭാഗം അപ്പുറത്തെ സൈഡിലൂടെ ഇങ്ങനെ പോകുന്നുണ്ട്. അപ്പോൾ ഇതിലേ പോയിട്ടാകുമ്പോൾ നമ്മൾ ആ തോട്ടിലേക്ക് എത്തും കേട്ടോ.
ഇതാ അങ്ങനെ നമ്മളിതാ ആ തോട്ടിന് ഇപ്പം ഞാൻ കാണിച്ച തോട് ഇത് ഇവിടെ എത്തിയിട്ടുണ്ട്. ഇവിടെ നല്ല ഒഴുക്കുണ്ട് കേട്ടോ വെള്ളത്തിന്. ഇവിടെയാണ് നമ്മുടെ കുഞ്ഞിരാമേട്ടൻ്റെ വീട്. കുഞ്ഞിരാമേട്ടൻ്റെ വീട് അപ്പുറത്താട്ടോ, ഈ തോട്ടിൻ്റെ അപ്പുറത്താണ്. ചിലപ്പോൾ ഇതിൽ കാണും. അപ്പോൾ ഇവിടെ നിറയെ മുണ്ടച്ചക്ക ഉണ്ട് കേട്ടോ. അപ്പോൾ ഞാനിങ്ങനെ വെറുതെ കാലിട്ട് നോക്കുമ്പോൾ കുറേ ഒരു മുണ്ടച്ചക്ക അവിടെ ഇച്ചിരി പഴുത്തിട്ടുണ്ട്. പറിച്ചൊന്നുമില്ല, ചെറുങ്ങനെ ഒന്ന് വീഡിയോയിൽ കാണിച്ചു എന്നേ ഉള്ളൂ. അത് റോട്ടിലാ പോന്നത് വെള്ളത്തിന് ഭയങ്കര ശക്തി കൂടുതല്, ഭയങ്കര ശക്തി അങ്ങനെ വരുന്നത്. ഇവിടെ ചെരുപ്പെല്ലാം അങ്ങനെ ഉന്തിയിട്ട് പോകും. അതിന്റെ പോയില്ല പിന്നോ കൊണ്ടുവന്ന ഡ്രസ് അറിയാത്ത ഏടം വിളിക്കുന്നു. ഇങ്ങോട്ട് വാ. എന്തുണ്ടായി പിന്നെ ആകെ ഇൻട്രസ്റ്റ് മൂന്നതേ ഇല്ലു. കുളിച്ചില്ലേ? ബാണം വീട്ടത്തോട്ടിലേക്ക് പോവാ. അങ്ങോട്ട് എന്തിനോ ഇൻട്രസ്റ്റ് മൂട്ടിട്ട് ആ റോട്ടിൽ നമുക്ക് കൂട്ടിട്ട് വന്നോണ്ട് മിന്നുകാരി മിന്നിനെ തോട്ടിന്ന് വലിച്ചോണ്ട് വന്നു ഗായ്സ്. മിനുക്കാരി അലമാളു ഏടാ ഒന്ന് കിട്ടി. നിൽക്കാൻ കഴിയില്ല. ആ മുളക് പരീക്ഷണം എന്ത് മോളെ നിങ്ങൾ അച്ഛൻ്റെ കൈ പിടിച്ചു പോയിട്ട്. അങ്ങനെ നമ്മൾ തോടൊക്കെ കണ്ടിട്ട് വരുമ്പോൾ ഇവിടെ കാന്താരി മുളക് നിൽക്കുന്ന കണ്ടു. ഇത് രാധാകൃഷ്ണേട്ടൻ്റെ വളപ്പാണ് കേട്ടോ. അപ്പോൾ അതിനകത്ത് കാന്താരി മുളക് നല്ല വെള്ള കാന്താരി ഇങ്ങനെ നിൽക്കണ കണ്ടു. അപ്പം ഞാൻ രാവിലെ നാത്തൂൻ്റെ വീട്ടിൽ പോയപ്പോൾ ഇത് കണ്ടിട്ടുണ്ടായിരുന്നു. അന്നേരം ഞങ്ങൾ കാറിൽ കയറിയ ശേഷമാണ് കണ്ടത്. അതുകൊണ്ട് പിന്നെ ഇറങ്ങണ്ടേന്ന് വിചാരിച്ചിട്ടാണ് പറിക്കാണ്ട് വന്നത്. അങ്ങനെ എനിക്കിതാ ആശിച്ചത് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ കുറച്ച് നമുക്ക് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് കിട്ടിയെങ്കിൽ എന്ന് മനസ്സിൽ ഓർത്തതേ ഉള്ളൂ. അപ്പോൾ ഇത് രാധാകൃഷ്ണേട്ടനെ അറിയില്ല കേട്ടോ. അപ്പോൾ ഞാൻ അമ്മയോട് പോയിട്ട് ഇത് പറിച്ചിട്ട് വീട്ടിലേക്ക് എത്തിക്കാൻ പറഞ്ഞു. രാധാകൃഷ്ണേട്ടനോട് പറയണം ഞാൻ ഇടുന്ന് കപ്പപ്പറങ്കൾ പറിച്ചു നീന്ന്. ഞങ്ങളിതിനെ കപ്പപ്പറങ്കൾ എന്നാണ് പറയുന്നത്. കാന്താരി മുളക് എന്നൊക്കെ എല്ലായിടത്തും പറയുന്നുണ്ടാവും. അത് വേറെ എന്തെങ്കിലും പേരുണ്ടോയെന്നൊന്നും എനിക്കറിയില്ല. ഞങ്ങളുടെ കപ്പപ്പറങ്കളാണ് കേട്ടോ ഇത്. മിന്നൂട്ടിയാണെങ്കിൽ ഭയങ്കര വഴക്കിലാണ്. അവളെ തോട്ടിൽ നിന്ന് വലിച്ചുകൊണ്ടാണ് ഞാൻ വന്നത്. അവൾ വരുന്നില്ല എന്തായാലും. എങ്ങനെയൊക്കെ വലിച്ചുകൊണ്ട് വന്നിട്ടുണ്ട്. അങ്ങനെ ഒത്തിരി കപ്പപ്പറങ്കൾ കിട്ടിയിട്ടുണ്ട്. നല്ല വെള്ള കപ്പപ്പറങ്കളാണ്. അതെനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ, ഈ വെള്ള കപ്പപ്പറങ്കൾ. വേറെ അടി ഉണ്ടെങ്കിൽ അതിന് കുറച്ച് മതിയായിരുന്നു. നല്ല ഇരി ഉണ്ടാവും. പണ്ട് തിരിക്കുമ്പോ രേഷ്മരായിരുന്നു കണ്ടത്. രേഷ്മ താഴെ വീട്ടിൽ നിന്ന് ഞാൻ പൈക്കാം. അപ്പൊ ഞാൻ ആദ്യം ഇറങ്ങേണ്ടത് ഇങ്ങനെ
കാണിച്ചാ നല്ല ഇടാനും സമയമില്ലല്ലോ. ഇത് കുറെ വെച്ച് കഴിഞ്ഞാൽ ഇട്ടിട്ട് പോയാൽ എടുത്ത് മാത്രം ചെയ്താൽ മതി ട്രെയിനിൽ. കപ്പപ്പറങ്ങളൊക്കെ പറിച്ചിട്ട് നേരെ വീട്ടിലോട്ട് പോകുന്നുണ്ട്. കപ്പപ്പറങ്ങൾ കിട്ടിയോണ്ട് എനിക്ക് ഭയങ്കര സന്തോഷമായിട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം. ബൈ.